വാർത്തന്റെ പട്ടിയാണ്. പിന്നെ പൊന്നെ കൊറോണ വന്നാൽ പിന്നെയുണ്ട് 10 ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ച് വീട്ടിൽ വരാം. വാർത്ത ഉണ്ടെന്ന് വെച്ചറിയാം വീടിന്റെ പടി കൂടി ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതിന് മുമ്പ് നീ അതാണ് ഇത് കാണുന്നത്. ശരിയാടാ, പക്ഷേ ഈ നമ്മുടെ ഈ ടേസ്റ്റ് പോവുക, പിന്നെ ഒന്നും മണത്ത് കഴിഞ്ഞാൽ മണമൊന്നും കിട്ടാതിരിക്കുക, ഈ തലവേദന, ഇതൊക്കെയാണല്ലോ കൊറോണയുടെ ലക്ഷണം. എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് ഈ ആ വാർത്താശാലയും കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പൊ ഈയിടെയായിട്ട് എനിക്കുണ്ട് ഈ പറഞ്ഞത്. അതല്ല, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന് കൊറോണയുടെ സിംറ്റംസ് ഇങ്ങനെയൊക്കെയാന്നാ പറയുന്നതായിട്ട്. പനിയൊന്നുമില്ലല്ലോ? പനി അങ്ങനെ പനി പോലെയൊന്നും തോന്നുന്നില്ല. ഏയ് നീ പേടിക്കണ്ട, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊന്നും പേടിക്കാൻ പോകരുത്. നമ്മ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. നീ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും, അപ്പോഴേക്കും എല്ലാം ശരിയാവും. ഞാൻ നിന്നെ വൈകിട്ട് വിളിക്കാം. ഇപ്പൊ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഓക്കെ, ബൈ. എടാ വെച്ചിട്ട് പോവല്ലേടാ. ഇതിലും ഭേദം ന്യൂസ് കാണാണ്. എങ്ങാട്ട് തിരിഞ്ഞാലും കൊറോണ ഉള്ള പോവാൻ പറ. ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിനൊക്കെ പേടിക്കാൻ പോയാൽ അതിന് നേരം ഉണ്ടാവും. അമ്മേ, ഒരു ഗ്ലാസ് ചായ എടുത്തോ. ഹലോ ഹലോ, ഡോക്ടർ ആനന്ദിയ? ഡോക്ടറെ അജിത്താണ്. പള്ളിയുടെ പുറകിലുള്ള. ആ അജിത്തെ, പറയൂ. ഞാൻ ഒരു സംശയം തീർക്കാനായിരുന്നു. എനിക്ക് കൊറോണയാണെന്നൊരു സംശയം. അപ്പൊ അതൊന്ന്. ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ തന്റെ വെറും തോന്നലാണോ? ഇല്ല ഡോക്ടറെ, ഇപ്പൊ പുറത്തു പോയിട്ട് വന്നാൽ അപ്പോഴൊക്കെ തലവേദനയും മേലുവേദനയൊക്കെയാണ്. കാരണം കുറച്ചു പേര് ഇങ്ങനെ പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പതേ ചായ കുടിച്ചപ്പോ സ്വാദില്ല. അപ്പൊ ഇപ്പാണെങ്കിൽ തലവേദന എടുക്കുന്നത്, നെഞ്ചുവേദനയൊക്കെ എടുക്കണ്ട എനിക്ക്. ഇല്ല ഡോക്ടറെ, ഇത് കൊറോണ തന്നെയാണ്. വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും അമ്മയാണുള്ളത്. ഇപ്പൊ അമ്മയ്ക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഇല്ല, അമ്മക്ക് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ, ഞാനിപ്പോ ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? തനിക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഒരു ആംബുലൻസ് അങ്ങോട്ട് വിടാം. ഒന്ന് വേഗം ഒന്ന് ആംബുലൻസ് വിടാമോ? തന്റെ വീട് ഇപ്പോഴാ പള്ളിയുടെ പുറകെ തന്നെ അല്ലേ? ഒരു 10 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വീട്ടിലെത്തും കേട്ടോ. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഹോസ്പിറ്റലിൽ കാണാം ഡോക്ടറെ. എന്തി ചായ കുടിച്ചിട്ട് മധുരം ഉണ്ടായ? അപ്പൊ അമ്മക്കും ചായക്ക് മധുരമില്ലേ? കൊറോണയാണ് കൊറോണ, പേടിക്കണ്ട, ആംബുലൻസിൽ പോരും. എടാ, ചായക്ക് മധുരം ഇട്ടില്ലെന്നാ ഞാൻ പറയാൻ വന്നത്. കൊറോണ അല്ലായിരുന്നു. അപ്പാ ഞാൻ ആ ഡോക്ടറെയും വിളിച്ച് ആംബുലൻസും വിടാൻ പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും?
ഡോക്ടർ ഇനിയിപ്പോൾ വിളിച്ചെന്ത് പറയും?